So hi friends, welcome back to Genius Online Learning. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 9 ജോഗ്രഫിയിലെ ലെസൺ 5 ഓഷ്യൻ ആൻഡ് മെൻ എന്ന ചാപ്റ്ററിലത്തെ ലാസ്റ്റ് പോർഷൻ ആയിട്ടാണ്, അതായത് പാർട്ട് 5 വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻസും അതേപോലെ ഹൗ ഓഷ്യൻ ഹെൽപ്സ് ഹ്യൂമൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ മെത്തേഡ്സ് ടു പ്യൂരിഫൈ ദ സീ വാട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോഗ്രഫിയുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ജോഗ്രഫിയുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ന്യൂ ചാപ്റ്ററായ 6th ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോകാം. അതിനു മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻസ്. ഓഷ്യൻ കറൻസ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് കോസ്റ്റൽ റീജിയൻസ്. അതായത് കോസ്റ്റൽ റീജിയൻ നമുക്കറിയാം, കടൽ തീരം, ആ ഭാഗത്തെ ക്ലൈമറ്റിനെ ഈ ഓഷ്യൻ കറൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഓഷ്യൻ കറൻറ്റ് മാറുന്നതിനനുസരിച്ച് അവിടുത്തെ ക്ലൈമറ്റിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരും. ഫോഗ് ഡെവലപ്സ് ഇൻ ദ റീജിയൻസ് വേർ വാം ആൻഡ് കോൾഡ് കറൻസ് മീറ്റ്. ഈ വാമും കോൾഡ് കറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് ഒരു കണ്ടുമുട്ടും, ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ആ മീറ്റിംഗ് പോയിന്റിൽ, അതായത് വാമും കോൾഡും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ ഫോഗ്, നിങ്ങൾക്കറിയാം ഫോഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മൂടൽമഞ്ഞ്, അത് അവിടെ രൂപപ്പെടും. ദ റീജിയൻസ് വേർ ദ വാം ആൻഡ് കോൾഡ് കറൻസ് മീറ്റ് പ്രൊവൈഡ് ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഫിഷ്. ഇവരുണ്ടാകുന്ന ഭാഗത്ത്, അതായത് വാമും കോൾഡും കറൻറ്റും മീറ്റ് ചെയ്യുന്ന ആ ഭാഗങ്ങളിൽ ഫിഷിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അവിടെ ഉണ്ട്. ഈ ഗ്രാൻഡ് ബാങ്ക്സ് ആണ് ദ മേജർ ഫിഷിംഗ് ഗ്രൗണ്ട് ഇൻ ദ വേൾഡ്. ഓക്കെ, അവിടെ ഇങ്ങനെ എന്താ പറയുക, ഗൾഫ് സ്ട്രീം കറൻറ്റും ലാബ്രാഡർ കറൻറ്റും മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫിഷസിനൊക്കെ വളരാനായിട്ടുള്ള കൂടുതൽ സൗകര്യമുണ്ട്. Hope you are convinced of the importance of sea water movements in the human life. Oceans are useful to man in different ways. Let us look at them. Oceans മനുഷ്യനെ പല രീതിയിലും സഹായിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ക്ലൈമറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഓഷ്യൻസ് കാരണം സംഭവിക്കുന്നത്. Oceans have a decisive role in controlling the climate along the coastal regions. കോസ്റ്റൽ റീജിയൻസിന് അവിടുത്തെ ക്ലൈമറ്റിന് ഈ ഓഷ്യൻസ് ഒരു മേജർ റോള് തന്നെ വഹിക്കുന്നുണ്ട്. ദ സീ ബ്രീസ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ദ ലാൻഡ് ബ്രീസ് ഇൻ ദ നൈറ്റ് റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓവർ ദ കോസ്റ്റ്. കോസ്റ്റിൻ്റെ അവിടെയുള്ള ടെമ്പറേച്ചർ, അതായത് ഈ അവിടുത്തെ ടെമ്പറേച്ചർ ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓഷ്യൻ്റെ ഒരു ഭാഗമാണ്. എന്താണ് ഈ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. സീ ബ്രീസ് warm air from land and cool air from ocean. Land breeze warm air from ocean and cool air from land. നിങ്ങൾക്ക് അവിടെ പടം കാണാൻ സാധിക്കും ഓരോ ബ്രീസിൻ്റെ സമയത്ത് എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. പിന്നെ നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. Then oceans play a part in the formation of the weather phenomena like rain, wind and cyclones. ഈ ഓഷ്യൻസിൽ നിന്നാണ് മഴ, ഈ നീരാവിയൊക്കെ ഇട്ട് പോയിട്ട് മേഘങ്ങളൊക്കെ ആയിട്ട് മഴ, വിൻഡ് ഉണ്ടാകുന്നത്. സൈക്ലോൺ എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റുകൾ. നമ്മൾ പല ചുഴലിക്കാറ്റുകൾ കേട്ടിട്ടുണ്ട് ഇല്ലേ. ജനറലി ദ കോസ്റ്റൽ റീജിയൻസ് ഹാവ് മോഡറേറ്റ് ക്ലൈമറ്റ്. കോസ്റ്റൽ റീജിയൻസിൻ്റെ അവിടെ മോഡറേറ്റ് ആയിട്ടുള്ളത്, അധികം ചൂടും എന്നാൽ അധികം ഭയങ്കര തണുപ്പുള്ളതല്ല, മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ്. വെറാസ് സിവിയർ സമ്മർ ആൻഡ് വിൻ്റർ പ്രിവെയിൽ ഇൻ റീജിയൻസ് അവേ ഫ്രം ദ സീ. സീയിൽ നിന്ന് ദൂരം കൂടുന്നതിനനുസരിച്ച് സ്ഥലങ്ങളിൽ നല്ല ചൂടും മറ്റു സ്ഥലങ്ങളിൽ നല്ല ചൂടും അതേപോലെ തന്നെ നിലത്ത് വിൻ്ററും നല്ല മഞ്ഞും ഉണ്ടായിരിക്കും. ദെൻ മിനറൽ ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മോസ്റ്റ് ഓഫ് ദ മിനറൽസ് ഫൗണ്ട് ഓൺ ലാൻഡ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ദ ഓഷ്യൻ. നമ്മുടെ ലാൻഡിലും കരയിൽ കണ്ടെത്തുന്ന, നമ്മുടെ ഈ ഭൂമിയിൽ കണ്ടെത്തുന്ന ഒട്ടുമിക്ക മിനറൽസും നമുക്ക് ഓഷ്യൻസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എപ്പാർട്ട് ഫ്രം ദ ഡെപ്പോസിറ്റ് ഓഫ് കോമൺ സോൾട്ട് അറിയാം, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന നമ്മുടെ ഉപ്പ്. ബ്രോമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു കെമിക്കൽ എലമെൻ്റ് ആണ്. നിങ്ങളത് കെമിസ്ട്രിയിൽ വലുതാവുമ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ 9th അതുപോലെ നമ്മുടെ 8th കെമിസ്ട്രിയിലൊക്കെ നമ്മൾ ബ്രോമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. BR എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഉള്ളത്. ദെൻ മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. എക്സിട്ര. ദ ഓഷ്യൻസ് കണ്ടെയ്ൻ അയൺ ഓർ എന്ന് പറഞ്ഞാൽ അതൊരു മിനറൽ റോക്കാണത്. ദെൻ കോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ദെൻ പെട്രോളിയം, ഈ പെട്രോൾ ഡീസൽ കാര്യങ്ങളൊക്കെ. ആൻഡ് നാച്ചുറൽ ഗ്യാസ് നമുക്ക് പല തരത്തിലുള്ള ഉപയോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ട്രാൻസ്പോർട്ടേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത് എക്സ്ട്രാക്ഷൻ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഫ്രം ദ
oil field in the Arabian Sea about 162 kilometers to the west of Mumbai shore started in 1947. This oil field is known as Mumbai High. നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അതായത് പെട്രോളും നാച്ചുറൽ ഗ്യാസൊക്കെ അറേബ്യൻ സീയിലെ ആ സീലത്തെ ഓയിൽ ഫീൽഡിൽ നിന്ന് എടുക്കുക. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ പേരാണ് മുംബൈ ഹൈ എന്നുള്ളത്. പവർ ജനറേഷൻ. ഇനി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിൽ ഒരു മേജർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇലക്ട്രിസിറ്റി. അതില്ലെങ്കിൽ നമ്മുടെ ലൈഫിലത്തെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കില്ല. വേവ്സ് ആൻഡ് ടൈഡ്സ് ആർ യൂസ്ഡ് ഫോർ ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിക് പവർ. വേവും ടൈഡും നമ്മൾ ഇലക്ട്രിക് പവറിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദ വേവ്സ് ദാറ്റ് സ്ട്രൈക്ക് ദ ടർബൈൻസ് ഓൺ ദ ഷോറിലത്തെ ടർബൈനിൽ വെച്ചിട്ടുണ്ട്. അവിടെ വേവ് തട്ടുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ ടേണിങ് ദം. അത് തിരിയുമ്പോൾ സംടൈംസ് ദ റിസർവോയർസ് മീൻസ് ഡാം ആർ കൺസ്ട്രക്റ്റഡ് ഫോർ സ്റ്റോറിങ് സീ വാട്ടർ. മഴ പെയ്യുമ്പോൾ നമുക്ക് വെള്ളം കിട്ടും. അതേപോലെ ആ വെള്ളമൊക്കെ നമ്മൾ ഈ ഡാമിൽ നിറച്ച് വയ്ക്കുന്നത് നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനാണ്, പ്രത്യേകിച്ച് സമ്മർ സീസണിൻ്റെ സമയത്തൊക്കെ. Sea water that enters the reservoir at high tide is released during low tide. ഹൈ ടൈഡിൻ്റെ സമയത്താണ് വെള്ളത്തിൻ്റെ ഉയരം കൂടുമ്പോഴാണ് ഈ ഡാമിൽ വന്ന് ചേരുന്നത്. ഇതിനെ നമ്മൾ ലോ ടൈഡ് വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഫോൾ ആ സമയത്ത് നമ്മളിത് റിലീസ് ചെയ്യുന്നത്. The turbine moves at both instants and electricity is generated. ഈ രണ്ട് സമയത്തും ലോ ടൈഡിൻ്റെ സമയത്തും ഹൈ ടൈഡിൻ്റെ സമയത്തും ടർബൈൻ തിരിയും. അങ്ങനെ ഇലക്ട്രിസിറ്റി കറണ്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓഷ്യൻസ് ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. നമുക്കറിയാം മീൻ, നമ്മുടെ ഫിഷ് നമ്മുടെ ഫുഡിലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അത് എവിടെ പോയാലും ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ഫുഡ്. ജപ്പാൻ, പെറു, ചൈന, നോർവേ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA ആർ ദ ലീഡിങ് ഫിഷിംഗ് നേഷൻസ്. ഈ സ്ഥലങ്ങളിലാണ് കൂടുതൽ ഫിഷ് പിടിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളാണ്? ജപ്പാൻ, പെറു, ചൈന, നോർവേ ആൻഡ് USA. മെറൈൻ ഓർഗാനിസംസ്, അതായത് കടലിൽ കാണുന്ന ഓഷനിൽ കാണുന്ന ഓർഗാനിസംസ് ആർ ദ സോഴ്സ് ഓഫ് സം മെഡിസിൻസ്. ഈ മെറൈൻ ഓർഗാനിസം വെച്ചിട്ട് നമ്മൾ മരുന്നുകൾ, ഓരോ രോഗങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ മരുന്നുകൾ കണ്ടെത്തുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വിറ്റമിൻസിന് ഉണ്ടാക്കാൻ വേണ്ടി. ആൻറ്റിബയോട്ടിക്സ്, നമുക്കറിയാം ഇംഗ്ലീഷ് മരുന്നുകൾ, നമ്മുടെ പനി ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് വേഗം കഴിക്കുന്ന മരുന്നുകൾ. സ്റ്റെറോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന, എന്നാൽ അതിൽ കുറേ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ട് സ്റ്റെറോയിഡ്സ് കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ സീയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ, നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഭൂമി നോക്കുകയാണെങ്കിൽ ഫുള്ള് നമുക്ക് വെള്ളമാണ് കാണാൻ സാധിക്കുക. അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് ലാൻഡ് ഉള്ളത്. എന്നാൽ നമുക്ക് ഈ കാണുന്ന എല്ലാ വെള്ളവും നമുക്ക് കുടിക്കാൻ പറ്റുന്നതല്ല. ഇതിലെ 97% വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ടി ആയിട്ടുള്ള ഓഷ്യനിലത്തെ വെള്ളമാണ്. അപ്പോൾ നമുക്ക് പ്യൂരിഫൈ ചെയ്യണം. സീ വാട്ടർ എന്ന് പറഞ്ഞാൽ ഉപ്പ് നിറഞ്ഞതാണ്. അതായത് നമുക്ക് സീ വാട്ടറിൽ നിന്ന് ഉപ്പ് മാറ്റി നിർത്തി ബാക്കി നമുക്ക് വെള്ളം നമ്മൾ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ ഡ്രിങ്കിങ് പേർപ്പസിന് യൂസ് ചെയ്യാം. അപ്പോൾ വി ക്യാൻ പ്യൂരിഫൈ സീ വാട്ടർ ഫോർ ഡ്രിങ്കിങ് പേർപ്പസസ്. വിച്ച് ആർ ദ മെത്തേഡ്സ് ടു പ്യൂരിഫൈ സീ വാട്ടർ. എങ്ങനെ പ്യൂരിഫൈ നോക്കാം? 2 മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, look at the following chart. Methods to purify seawater. ആദ്യത്തെ സ്റ്റെപ്പ് സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബാക്ക്റിഷ് വാട്ടർ. സോൾട്ടി വാട്ടറിൽ നിന്ന് വെള്ളം സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി അവിടെ ഉണ്ടാവും ഉപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം ബാക്ക്റിഷ് വാട്ടർ. സോൾട്ടി വാട്ടറിൽ നിന്ന് സോൾട്ട് എടുത്ത് മാറ്റുക. അപ്പോൾ ബാക്കി അവിടെ നമുക്ക് ഡ്രിങ്കിങ് പേർപ്പസിന് പറ്റുന്ന വെള്ളമായിരിക്കും ഉണ്ടാക്കുക. ഇനി ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആ മെത്തേഡ് നോക്കാം. സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബാക്ക്റിഷ് വാട്ടർ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് നോക്കാം. ത്രൂ മെത്തേഡ്സ് ലൈക്ക് ഇവാപ്രേഷൻ. നിങ്ങൾക്കറിയാം എന്താണ് ഇവാപ്രേഷൻ? ലിക്വിഡ് നമ്മുടെ വാട്ടർ വേപ്പർ ആവുന്നത്, ഇത് നീരാവിയായിട്ട് മേലേക്ക് പോകുന്നത്. അതേപോലെ കണ്ടൻസേഷൻ, നമുക്കറിയാം വാട്ടർ വേപ്പർ ലിക്വിഡ് ആവുന്നത്. ഡിസ്റ്റിലേഷനെ കുറിച്ച് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ നമ്മുടെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 തരത്തിലുള്ള ഡിസ്റ്റിലേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. Separating salt from brackish water through methods like electrodialysis നമുക്ക് നോക്കാം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഇനി വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ഇനി റിവേഴ്സ് ഓസ്മോസിസ്, നമുക്കറിയാം ഓസ്മോസിസ് വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. The
ഓഷ്യൻ വാട്ടർ ഇസ് പ്യൂരിഫൈഡ് ത്രൂ ഡിസ്റ്റിലേഷൻ ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഓഷ്യൻ വാട്ടറിൽ നിന്ന് ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ്, എക്സ്പെഷ്യലി ദ പീപ്പിൾ ഓഫ് ലക്ഷദ്വീപ്. ഓക്കെ, ദ ഫോളോയിങ് ആർ ദ അതർ യൂസസ് ഓഫ് ഓഷ്യൻ ടു മാൻ, ഫൈൻഡ് ഔട്ട് മോർ. ഇനി ഇതല്ലാതെ എങ്ങനെ വേറെ രീതിയിലൊക്കെ ഓഷ്യൻ സഹായിക്കുന്നുണ്ട്, ഇവിടെ കുറച്ച് പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഇനിയുണ്ട്, അത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പ്രൊവൈഡ് സെവറൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ വാരിയസ് സെക്ടേഴ്സ് ലൈക്ക് ഫിഷിംഗ്, അത് നമുക്ക് ഓഷ്യൻ കാരണമാണ്, അവിടെ മീനുള്ളത് കൊണ്ടാണ് നമുക്ക് ഫിഷിംഗ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഇറ്റ്സ് പ്രോസസ്സിങ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മാർഗ്ഗമാണ്, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഓഷ്യൻ നൽകുന്നത്. പിന്നെ പോസിബിലിറ്റീസ് ഫോർ ടൂറിസം, നമുക്കറിയാം നമ്മൾ ടൂർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓഷ്യൻ ട്രാൻസ്പോർട്ട് ഇസ് ഐഡിയൽ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹെവി ഗുഡ്സ് അറ്റ് ചീപ്പർ റേറ്റ്സ് ഫ്രം വൺ കോണ്ടിനെൻറ്റ് ടു അതർ. ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് അടുത്ത കോണ്ടിനെൻറ്റിലേക്ക് നമുക്ക് ഹെവി ആയിട്ടുള്ള ഗുഡ്സ് നമുക്ക് വളരെ നിസ്സാരമായ റേറ്റിൽ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓഷ്യൻ ട്രാൻസ്പോർട്ടായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേതെങ്കിലും ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കാശ് ലാഭിക്കാനുള്ളൊരു വഴി കൂടിയാണ് ഓഷ്യൻ. ഓക്കെ, സോ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കും കഴിഞ്ഞു, ലെസൺ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 6th ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ, സീ യു.